26ാമത് ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ ഫെബ്രുവരി 21, 22, 23 തീയതികളിലായി ഭാരതപ്പുഴ മണൽപ്പുറത്ത് നടക്കും. ദിവസവും വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ഡേവിസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ, സ്റ്റീഫൻ സാമുവൽ, ഷാരോൺ വർഗീസ്, ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൗഢഗംഭീരമാകും. സുരേഷ് ബാബു, ഫെയ്ത്ത് ബ്ലസൻ, അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകൾക്കെതിരെ ജനകീയ പ്രതിരോധം എന്ന പേരിൽ ചേലക്കര സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ക്ഷേമത്തിനുള്ള പദ്ധതികൾ വെട്ടിക്കുറച്ച സർക്കാരെ നിങ്ങൾക്കെതിരാണ് സമരം. പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്, ശിവശേഷം മാർച്ച് സിന്ദാബാദ്, ശിവശേഷം മാർച്ച് സിന്ദാബാദ്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകൾക്കെതിരെ ജനകീയ പ്രതിരോധം എന്ന പേരിൽ ചേലക്കര സിവിൽ സ്റ്റേഷനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും ജില്ലാ ഉപാധ്യക്ഷനുമായ MP കുഞ്ഞുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 1600 രൂപ കൂട്ടിയില്ല എന്ന് മാത്രമല്ല, 1600 രൂപയുടെ പെൻഷൻ, ക്ഷേമ പെൻഷൻ പോലും കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ വീടുകളിൽ കാത്തിരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആ 1600 തന്നെ 5 മാസം കുടിശ്ശികയാണ്. ബഡ്ജറ്റിൽ വളരെ കേമമായി പറഞ്ഞത് 3 മാസത്തെ കുടിശ്ശിക കൊടുക്കാൻ വേണ്ടി സംഖ്യ നീക്കിവെക്കുന്നുണ്ട്. പുതിയതായി മാസാമാസം കൊടുക്കുമെന്നോ നിലവിലുള്ള ക്ഷേമ പെൻഷൻ കൂട്ടുമെന്നോ പറഞ്ഞിട്ടില്ല. നിലവിലുള്ള കുടിശ്ശികയിൽ 3% കൊടുക്കും. സർക്കാർ ജീവനക്കാരാവട്ടെ നമ്മുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് മുതൽ സെക്രട്ടേറിയറ്റ് വരെയും സെക്രട്ടേറിയറ്റ് മുതൽ പാർലമെൻറ്റ് വരെയും സമരത്തിലാണ്. ക്ഷാമബത്ത കിട്ടാത്തതിൻ്റെ പേരിൽ സർക്കാർ ജീവനക്കാർ സമരത്തിലാണ്. അപ്പോൾ പറഞ്ഞത് ഒരു ഗവൺമെൻറ് ചെയ്യാത്തത്ര ക്ഷാമബത്ത കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമാണ്. 64,000 കോടി രൂപയാണ് ക്ഷാമബത്തായിരത്തിന് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക. അത് കൊടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും സമരത്തിലാണ്. പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ജനജീവൻ മിഷന്റെ പേരിൽ മോഡിയുടെ വെള്ളമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം, സംസ്ഥാന ഗവൺമെൻറ് വെള്ളം പറഞ്ഞൊരു വിഭാഗം ഒരു കൊല്ലം മുമ്പ് എല്ലാ റോഡും റോഡാക്കി മാറ്റി അവസാനം അത് വളരെ മോശപ്പെട്ട രീതിയിൽ കിടക്കുകയാണ്. എവിടെ നിന്നാണ് വെള്ളമെന്നോ എവിടെയാണ് ടാങ്കെന്നോ കണ്ടുപിടിക്കാത്തിടത്താണ് പൈപ്പ് ലൈനെല്ലാം ഇട്ട് അതിൻ്റെ കമ്മീഷനൊക്കെ പറ്റിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സൈദരലി അധ്യക്ഷത വഹിച്ചു. രണ്ട് ബഡ്ജറ്റുകളും ദുരദ്രോഹകരമായ ബഡ്ജറ്റുകളാണ്. നമുക്കറിയാം, ജനങ്ങൾക്ക് ഒരു വാഗ്ദാനങ്ങൾ നൽകിയ ബഡ്ജറ്റ് എന്നല്ലാതെ ജനപ്രയോജനകരമായ ഒരു കാര്യവും ആ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ന്യൂനപക്ഷങ്ങൾക്കും പട്ടികജാതി വിഭാഗങ്ങൾക്കൊക്കെ ബഡ്ജറ്റിലെ അവർക്കുണ്ടാകുന്ന ക്ഷേമ പദ്ധതികൾ വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല, ഭൂനികുതി പോലെയുള്ള വിദ്യാഭ്യാസങ്ങൾ പോലെയുള്ള പല കാര്യങ്ങൾക്കും 50% നികുതി വർദ്ധിപ്പിക്കുന്ന 2 ബഡ്ജറ്റുകളാണ് കേന്ദ്രത്തിലും കേന്ദ്ര സർക്കാരിനും ഉണ്ടായത്. ഇതിനുവരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PM അബ്ദുൽ ഖരീം, EH യൂസഫ്, PM അലി, PM റഷീഫ് മാസ്റ്റർ, റസാഖ് വാഴാലിപ്പാടം, VM ഖാസിം ഹാജി, KY മൊയ്തീൻകുട്ടി, NA അബ്ദുൽ ഖാദർ, ഹംസ പൊറ്റ, ഹമീദ് കോച്ചപ്പുറം, ഹൈദ്രു ഹാജി, PM മുസ്തഫ, B സിദ്ദീഖ്, KS മുഹമ്മദ് ജലീൽ പരക്കാട് എന്നിവർ സംസാരിച്ചു. സാധാരണക്കാർ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരുന്നത്. തങ്ങളുടെ പെൻഷൻ പദ്ധതി കൂടുമോ, പെൻഷൻ തുക കൂടുമോ, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമായ പല നിലപാടുകൾ ഉണ്ടാകുമോ എന്ന് ആഗ്രഹിച്ച സാധാരണ ജനങ്ങളുടെ ഈ തലയിൽ ഇടത്തി വീഴുന്ന രീതിയിലുള്ള ഒരു ബജറ്റായി ഈ കേരള സർക്കാർ പുതിയ ബജറ്റിനെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ ഇവിടെ എത്തിച്ചേർന്ന CCV ന്യൂസ് ചേലക്കര.